നിങ്ങളെല്ലാവരെയും ഈ 4-ാം വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവിന് നന്ദി പറയാം. നല്ലൊരു കാലാവസ്ഥ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. നല്ലൊരു കാലാവസ്ഥ കർത്താവ് നമുക്ക് നൽകി. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇനി ഒത്തിരിയേറെ ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു, പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തി. തുടർന്ന് നമ്മൾ വീണ്ടും തിരുവചനം ശ്രവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. കുമ്പസാരം നടക്കുന്നുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, കുർബാനയും വിശുദ്ധ ശേഷം വിശുദ്ധ കുർബാനയുണ്ട്, ആരാധനയുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് കർത്താവ് വലിയ കൃപകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ സമയം നമ്മൾ പ്രധാനമായി ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ 4-ാം വെള്ളിയാഴ്ച കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന വചനം നമ്മൾ സഹനത്തെക്കുറിച്ചാണ്. നമ്മുടെ സഹനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഹനം, ക്രിസ്തീയ ജീവിതത്തിൽ സഹനം നമുക്ക് അവകാശമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ക്രിസ്തീയ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് അത് നമുക്ക് അവകാശമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവകാശമായി നൽകപ്പെട്ടതാണ് സഹനം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ തിരുവചനമാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അത് കടന്നു പോയിട്ടുള്ള ഒരാൾ, അത് ഈശോ തന്നെയാണ്. അല്ലേ? ഹല്ലേലൂയ. ഈശോ തന്നെയാണ് ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നു. കാരണം എല്ലാ തരത്തിലുള്ള സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 തരത്തിലുള്ള സഹനങ്ങൾ കടന്നു വരാം. 4 തരത്തിലുള്ള സഹനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള സഹനമായിരിക്കും. ശാരീരികമായിട്ട് ഒരു വ്യക്തിയിൽ സഹനങ്ങൾ കടന്നു വരാം. ഈശോയുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈശോയുടെ ശരീരം നമുക്കറിയാം, ശാരീരികമായ സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. പടയാളികൾ ഈശോയുടെ ശരീരം അടിച്ചു കീറി വിഭജിച്ചു, കുരിശിൽ ആണികളാൽ തറച്ചു. അങ്ങനെ വലിയ ശാരീരികമായ സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. രണ്ടാമതായിട്ട് ഒരുപക്ഷെ മാനസികമായിട്ടുള്ള ഒരു സഹനമായിരിക്കും, അല്ലെങ്കിൽ മെൻ്റൽ സഫറിങ് എന്ന് പറയും. മാനസികമായിട്ടുള്ള സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. നമുക്കറിയാം, ഈശോ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. ഈശോയെ അവർ പടയാളികൾ നിന്ദിച്ചു, അല്ലെങ്കിൽ കളിയാക്കി പരിഹസിച്ചു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഈശോ കുറ്റവാളിയായിട്ട് വിധിക്കപ്പെട്ടു. അങ്ങനെ ഈശോ മാനസികമായിട്ടുള്ള ഒരു സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അടുത്തതായിട്ട് ഈശോ കടന്നുപോയ ഒരു സഹനമാണ്, അതായത് എക്സിസ്റ്റൻഷ്യൽ സഫറിങ് എന്ന് പറയും. അതായത് അസ്തിത്വപരമായിട്ടുള്ളൊരു വേദനയിലൂടെ, ഒരു സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. അസ്തിത്വപരമായിട്ടുള്ളൊരു സഹനം, അതായത് ദൈവം പോലും കൈവിട്ടു എന്നുള്ള ഒരു വേദന. എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു, എല്ലാവരാലും വെറുക്കപ്പെട്ടു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, ദൈവം പോലും കൈവിടുന്നു എന്നുള്ളൊരു പ്രയാസത്തിലൊരു ചിന്തയിലൂടെ കർത്താവ് കടന്നുപോയി, ഈശോ കടന്നുപോയി. അത് കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് ചോദിക്കണം. അപ്പോൾ അസ്തിത്വപരമായിട്ടുള്ള ഒരു സഹനം, അതായത് ദൈവം പോലും എന്നെ കൈവിടുന്നല്ലോ എന്നുള്ള ഒരു വേദന, എല്ലാവരാലും ഞാൻ വെറുക്കപ്പെട്ടല്ലോ, എല്ലാവരാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു വേദന, അത് അസ്തിത്വപരമായിട്ടുള്ള ഒരു സഫറിങ് ആണ്, ഒരു സഹനമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അങ്ങനെ അനുഭവിക്കാറുണ്ട്. എല്ലാവരാലും കൈവിടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, അങ്ങനെ ഒരു സഹനം. അടുത്തതായിട്ട് ഈശോ കടന്നുപോയ മറ്റൊരു സഹനമാണ്, അതായത് സിൻഫുൾ സഫറിങ്, അതായത് പാപകരമായിട്ടുള്ളൊരു സഫറിങ്. പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. ഹല്ലേലൂയ. ഈശോ പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഈശോ പാപം ചെയ്തിട്ടില്ല. പക്ഷേ ഈശോ പാപത്തിൻ്റെ ഫലമായിട്ടുള്ളൊരു സഹനത്തിലൂടെ ഈശോ കടന്നുപോയി. അതായത് ഈശോ പാപം ചെയ്തിട്ടില്ലെങ്കിലും ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്.
മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈശോ അതിനുവേണ്ടി പരിഹാരം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ചെയ്തിട്ടുള്ളത്, അതായത് ഇന്ന് വരെ ഈശോയുടെ കാലത്തിന് മുമ്പ് ജനിച്ച മനുഷ്യര്, ഈശോയുടെ കാലഘട്ടത്തിൽ ജനിച്ച മനുഷ്യർ, ഈശോയ്ക്ക് ശേഷം ജനിച്ച മനുഷ്യര്, അവർ എല്ലാവരുടെയും മനുഷ്യകുലം മുഴുവന്റെയും പാപം ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. ആ ഒരു സഹനം, അതിൻ്റെ ഒരു സഹനം കൂടി ഈശോ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. ഇപ്രകാരം എല്ലാ തരത്തിലുള്ള സഹനത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഈശോ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇങ്ങനെ ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നുപോയ ഒരാളാണ് യേശു ക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സഹനം നമുക്ക് അവകാശമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. ആ സഹനം നമുക്ക് അനുഗ്രഹമായിട്ട് നൽകപ്പെട്ടിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അവകാശമായി നൽകപ്പെട്ടു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സഹനം അവകാശമായി നൽകപ്പെട്ടുള്ളതാണ്. ഫിലിപ്പി 1:29 വചനം പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, സഹനങ്ങളിൽ പോലും അവർ അഭിമാനിക്കുകയാണ്, സഹനത്തിൽ അഭിമാനിക്കുകയാണ്. അതാണ് 2 കൊറിന്തോസ് 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം. 2 കൊറിന്തോസ് 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ. തുടർന്നിടാവോ, അടുത്ത വചനം ഇടാവോ. അതായത് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗൃഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനത്തിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, അപമാനത്തിൽ, ദുഷ്കീർത്തിയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ അനുഗമിക്കുന്ന, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട പൗലോസ്ലീഹ ഇപ്രകാരം പറയാണ്, ഞങ്ങൾ എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗൃഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനത്തിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, അപമാനത്തിൽ, ദുഷ്കീർത്തിയിൽ ഞങ്ങൾ അഭിമാനിക്കും. അപ്പോൾ ക്രിസ്തു ശിഷ്യര് സഹനങ്ങളിൽ അഭിമാനിക്കുകയാണ്. വലിയ ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും വേദനകളിലൊക്കെ അവർ അഭിമാനിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശമായി നൽകപ്പെട്ടതാണ്, അത് അനുഗ്രഹമായിട്ട് നൽകപ്പെട്ടതാണ്. ഈ സഹനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ് സഹനം. അതുകൊണ്ട് ഒരാളെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവർക്കും ഉള്ളതാണ് സഹനം എന്ന് പറയും. എല്ലാവരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പീഡനങ്ങളിലൂടെ ഒരു ക്രിസ്തു വിശ്വാസി കടന്നു പോകേണ്ടി വരുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വചനം നമ്മളെ ഓർമ്മപ്പെടുന്നത്, പീഡനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും, സഹനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും, വേദനകൾ ഈ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ സഹനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഈ സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും പലതരത്തിൽ അതിനുള്ള ചില വിശദീകരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ തിന്മയുടെ ഫലമായിട്ട് നമുക്ക് സഹനങ്ങൾ വരാം, തിന്മയുടെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ഫലമായിട്ട് നമുക്ക് സഹനങ്ങൾ വരാം. അല്ലെങ്കിൽ തിന്മയൊന്നും ചെയ്യാത്തവരുടെ ജീവിതത്തിലും ചില സഹനങ്ങൾ വരാം. തിന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിലും നന്മ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലും സഹനങ്ങൾ വരാമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ ജന്മനായ അന്ധനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ജന്മനായ അന്ധനെ കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവ്, ഇവൻ അന്ധനായി തീരാൻ എന്താണ് കാരണം? ഇവൻ അന്ധനായി ജനിക്കാൻ എന്താണ് കാരണം? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തം? ഈശോ പറയാണ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ അവരോട് പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാണ്, ഇവൻ്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്ന് ഈശോ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ അന്ധനായിട്ട് ജനിച്ച കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇവൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ പാപത്തിന്റെ ഫലമായിരിക്കും, അല്ലെങ്കിൽ ഇവനോ ഇവന്റെ മാതാപിതാക്കളോ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഇവൻ ഈ സഹനമെന്ന് ചിന്തിച്ചപ്പോൾ ഈശോ അവരെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാക്കേണ്ടതിനാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അപ്പോൾ ചില സഹനങ്ങൾ കർത്താവ് നമ്മൾ അനുവദിക്കുന്നത് കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മിൽ നിറവേറേണ്ടതിനാണ്, കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മളിൽ പ്രകടമാകേണ്ടതിനാണ് ചില സഹനങ്ങൾ കർത്താവ് നമ്മിൽ അനുവദിക്കുന്നത്. ചില കാരണങ്ങളായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകാം. തിന്മ പ്രവർത്തിക്കുന്നവർ, പാപപ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സഹനങ്ങളുണ്ടാകും. അതായത് ഉപ്പ് തിന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും. അപ്പോൾ അതുപോലെ തന്നെ തിന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ആ തിന്മയുടെ ഫലമായിട്ട് സഹനങ്ങൾ വരാം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തിന്മ പ്രവർത്തിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്ന് വചനം പറയാം. ദുഷ്ടർക്കൊരിക്കലും, കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും അവർക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഒരു സഹനമാണ്, തിന്മയുടെ ഫലമായിട്ട് വരുന്ന ഒരു സഹനമാണ്. അതുപോലെ തന്നെ വചനം പറയുന്നത്, അകൃത്യങ്ങൾ മൂലം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. അകൃത്യങ്ങൾ മൂലം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം, നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാം. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം വചനം പറയാണ്, നിന്റെ വേദനയെ ചൊല്ലി എന്തിനു നിലവിളിക്കും? നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകില്ല. എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ്. ഹല്ലേലൂയ. നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകില്ല. എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ്. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. അത് ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുകയാണ്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അപ്പോൾ പാപത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും, ദുരിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം, നന്മ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകും. നമ്മൾ തിന്മയൊന്നും പ്രവർത്തിക്കുന്നില്ല, നമ്മൾ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും സഹനങ്ങൾ കടന്നു വരും. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വചനം പറയാണ്. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, നീതിക്കു വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥനാവുകയും വേണ്ട. നീതിക്കു വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മൾ നീതി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ നന്മ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടതകൾ വരാം, നമുക്ക് സഹനങ്ങൾ വരാമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്.
അപ്പോൾ തിന്മ പ്രവർത്തിച്ച് നമുക്ക് കഷ്ടതകൾ വരാം. അപ്പോൾ വചനം പറയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. നന്മ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, അത് ദൈവഹിതമായിരിക്കാം. അങ്ങനെ ദൈവഹിതപ്രകാരം നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നന്മ ചെയ്തിട്ട് കഷ്ടതകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പത്രോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് നമ്മൾ സഹിക്കേണ്ടി വന്നേക്കാം, നന്മ ചെയ്തിട്ട് നമുക്ക് സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെ വിശ്വസ്തനായ സ്രഷ്ടാവിന് നമ്മുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കാനായിട്ട് പത്രോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരു കൈകൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കുറച്ചേരൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. അപ്പോൾ തിന്മ പ്രവർത്തിച്ചാലും നന്മ പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും സഹനങ്ങളും വരും. അത് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നമ്മൾ അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെട്ടേക്കാം, അന്യായമായി നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ പീഡകളൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ച് വചനം പറയുകയാണ്. 1 പത്രോസ് 2 അതിനെങ്ങനെ സ്വീകരിക്കണമെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, ദൈവസ്മരണയോടെ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹം. അപ്പോൾ അതായത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു തിന്മയും പ്രവർത്തിച്ചില്ല, പക്ഷെ അതിൻ്റെ പേരിൽ അന്യായമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നന്മ ചെയ്തിട്ട് നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ, നമുക്ക് ഒരുപക്ഷെ നമ്മൾ അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളത് ദൈവചിന്തയോടെ നമ്മളത് സഹിച്ചാൽ, അത് ക്ഷമയോടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് വചനം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സമയം, ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അന്യായമായി നമ്മൾ വിധിക്കപ്പെടുമ്പോൾ, ആ സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ വേദനകൾ വരുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കുമ്പോൾ ക്ഷമാപൂർവ്വം നമ്മളത് സഹിച്ചാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ഈശോ അപ്രകാരം വലിയ മഹത്വം പ്രാപിച്ചവനാണ്. ഈശോ അന്യായമായി പീഡിപ്പിക്കപ്പെട്ടു, പക്ഷേ അത് ക്ഷമാപൂർവ്വം സഹിച്ചു. അത് ഈശോയുടെ ജീവിതത്തിൽ അത് മഹത്വമായിട്ട് മാറി. ഹല്ലേലൂയ. അതാണ് നമ്മളെ തന്നെ മഹത്വത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. നമുക്കെതിരായിട്ട് വരുന്ന അന്യായമായി വരുന്ന പീഡനങ്ങളിൽ നമ്മളത് ക്ഷമാപൂർവം സ്വീകരിക്കുക, ദൈവചിന്തയോടെ നമ്മളത് സ്വീകരിക്കുക, ദൈവഹിതമായിട്ട് നമ്മളത് സ്വീകരിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ക്രൈസ്തവരെന്ന നിലയിൽ നമ്മൾ ഈശോയെ പ്രതി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും. യേശു ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയാണ്, ഞാൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുക, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈശോയുടെ നാമത്തെ പ്രതി നമ്മൾ ഒരുപക്ഷെ
സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. നമ്മുടെ ആത്മാവ് ഒരുപക്ഷെ വേദനിക്കും, നമ്മൾ നിന്ദിക്കപ്പെട്ടേക്കാം, നമ്മൾ വേദനിക്കപ്പെട്ടേക്കാം. അതാണ് 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിന്ദിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിന്ദിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 24 വരെയുള്ള വാക്യം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. വിശുദ്ധ പത്രോസ് അതുപോലെ തന്നെ സീലാസ് അവർ കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെ ഈ പ്രധാന പുരോഹിതന്മാർ, അവർ ജനക്കൂട്ടം എല്ലാം അവരെ അടിച്ച് പീഡിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ നിന്ദിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. അത് ഈശോയുടെ നാമത്തെ പ്രതി നമ്മൾ നേരിടുന്ന സഹനമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ ചിലപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചിലപ്പോൾ ചെറിയ വചനമൊക്കെ പങ്കുവയ്ക്കും, ചെറുതായിട്ട് ഇങ്ങനെ 1 മിനിറ്റ് വീഡിയോ ഒക്കെ ഇങ്ങനെ പങ്കുവയ്ക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില മനുഷ്യർ ഇപ്പോൾ ചില കമൻസ് ആയിട്ടൊക്കെ ചിലരിടുന്നുണ്ട്, ഇങ്ങനെ നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വട്ടായി ബിനോയ് കൂട്ടത്തിൽ ഒരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മളെ ഇങ്ങനെ നിന്ദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. കർത്താവിൻ്റെ വചനം പ്രഘോഷം അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതിനെ പ്രതി ഒരുപക്ഷെ നമ്മൾ അവഹേളിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മളെ അന്യായമായിട്ട് ചിലപ്പോൾ വിമർശിച്ചേക്കാം. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷയ്ക്ക് വരുന്നവരാണ്, ഒരുപക്ഷെ ശുശ്രൂഷകരൊക്കെ ആണെങ്കിൽ ശുശ്രൂഷയുടെ കുടുംബാംഗങ്ങൾ തന്നെ ചിലപ്പോൾ പരിഹസിച്ചേക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നമുക്ക് സഹനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സഹനം എന്നാണ്. എന്തിനാണ് നമുക്ക് സഹനം കർത്താവ് നൽകുന്നത്? ഒരുപക്ഷെ നമുക്കതിന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പലപ്പോഴും അതിന് ഉത്തരമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല, യഥാകാലം എല്ലാം വെളിവാകും. അവിടെ വരെ മതി. ഹല്ലേലൂയ. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല, യഥാകാലം എല്ലാം വെളിവാകും. ഒരുപക്ഷെ ഇപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, നമുക്കുണ്ടാകുന്ന സഹനത്തെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇതെന്തുകൊണ്ട് എന്ന് നമുക്ക് ആർക്കും ചോദിക്കാനായിട്ടും സാധിക്കില്ല. യഥാകാലം എല്ലാം വെളിവാകും. യഥാകാലം എല്ലാം ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ, മരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സഹനത്തിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോഴായിരിക്കും അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹനത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് ആരെയും ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, ദൈവത്തോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ നമുക്ക് സാധിക്കില്ല. അതാണ് റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയാണ്, ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? ഹല്ലേലൂയ. വചനം പറയാണ്, ദൈവത്തോട് വാഗ്വാദം. നമ്മൾ ദൈവത്തോട് ചോദിച്ചു, നമ്മൾ കർത്താവ് എന്തുകൊണ്ട് ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിക്കാൻ നമ്മൾ ആരാണ്? ഹല്ലേലൂയ. നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? കുശവൻ പാത്രം മെനഞ്ഞെടുക്കും. അപ്പോൾ ഈ പാത്രം ഒരിക്കലും കുശവനോട് ചോദിക്കില്ല, നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ രൂപപ്പെടുത്തിയത്? ഇതുപോലെയാണ് നമ്മൾ കർത്താവിനോട് ചോദ്യം ചോദിക്കാൻ നമുക്കൊരു അവകാശവും ഇല്ല. ഹല്ലേലൂയ. ഉത്തരം കർത്താവിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കാം, പക്ഷേ കർത്താവിനോട് നമുക്ക് ചോദിക്കാനുള്ള അധികാരം നമുക്കില്ല. ഹല്ലേലൂയ. അതാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.
അപ്പോൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ സഹനം? എന്തുകൊണ്ടാണ് എനിക്ക് ഈ വേദന എന്നൊരു പക്ഷെ നമ്മൾ ചോദിച്ചേക്കാം. ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ജോബിൻ്റെ ജീവിതത്തിൽ സഹനം വന്നപ്പോൾ ജോബ് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം ജോബ് കുറേയൊക്കെ സഹിച്ച് അങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിന്നു, സംസാരിച്ചൊക്കെ നിന്നു, അങ്ങനെ ദൈവത്തെ ന്യായീകരിച്ച് അങ്ങനെ നിന്നു. അവസാനമായപ്പോൾ ജോബിന് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ ജോബ് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. സഹോദരങ്ങളോടല്ല, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ജോബ് പറയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ദിവസം തന്നെ ശപിക്കപ്പെട്ടതാകട്ടെ, ഞാൻ ഈ ലോകത്തിൽ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജോബ് ഇങ്ങനെ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്തിനാണ് കർത്താവെ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ എന്ത് തിന്മ പ്രവർത്തിച്ചിട്ടാണ് എനിക്ക് ഈ സഹനങ്ങളൊക്കെ വന്നത്? ഞാൻ എന്നും അങ്ങയുടെ മുൻപിൽ നീതിപൂർവ്വം അല്ലേ പ്രവർത്തിച്ചതെന്നൊക്കെ ചോദിച്ച് ജോബ് അവസാനം കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ജോബിനോട് കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. കർത്താവ് കുറേ നേരം മിണ്ടാതിരുന്നു. അവസാനം കർത്താവ് ഈ ജോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് കർത്താവ് ജോബിനോട് പറയാണ്, നീ ഇതുവരെ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ, ഇനി ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, നീ അതിന് ഉത്തരം തരാം. അത് നമ്മൾ കാണുന്നത് ജോബിൻ്റെ പുസ്തകം 38-39 അധ്യായങ്ങളാണ്. 38-ാമത്തെ അധ്യായം ഒന്ന് ഇടാവോ? ജോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്ന ഇതാണ്. 38-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ കർത്താവ് ജോബിന്, അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി, അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്നവൻ ആരാണ്? പൗരുഷത്തോടെ നീ അരമുറുക്കുക, ഞാൻ നിന്നെ ചോദ്യം ചെയ്യും. കർത്താവ് ജോബിനോട് പറയാണ്, ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവുതോൽ പിടിച്ചത് ആരാണ്? അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവുനൂൽ പിടിച്ചത് ആരാണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതുമാര്? ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവനാര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി, ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം അരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഒന്നിലധികം കുറേ ചോദ്യങ്ങൾ ജോബിനോട് ചോദിക്കാൻ തുടങ്ങി. കർത്താവ് ചോദിച്ചു, കാട്ടാടിൻ്റെ പ്രസവ സമയം നിശ്ചയിച്ചത് ആരാണ്? അല്ലെങ്കിൽ കാട്ടുകഴുതയെ അഴിച്ചുവിട്ടത് ആരാണ്? അല്ലെങ്കിൽ മുതലയെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാമെന്നൊക്കെ ചോദിച്ച് കർത്താവ് കുറേ ചോദ്യങ്ങൾ ഈ ജോബിനോട് ചോദിക്കാൻ തുടങ്ങി. അവസാനം ജോബ് വായടച്ച് കർത്താവിനോട് പറഞ്ഞു, ജോബിന് മനസ്സിലായ കാര്യം ഇതാണ്, കർത്താവിന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ജോബിന് മനസ്സിലായി. അവസാനം ജോബ് പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഞാനിപ്പോൾ അങ്ങയെ കാണുന്നു എന്ന് പറഞ്ഞ് ജോബ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ജോബ് കർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് ജോബിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്ന് ചോദിച്ച് കർത്താവ് ജോബിനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും ജോബിന് ഉത്തരവില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കാത്ത ചില ചോദ്യങ്ങൾ നമ്മൾ കർത്താവിനോട് ചിലപ്പോൾ ചോദിച്ചേക്കാം. സഹനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. പക്ഷേ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ അതിന് മറുപടിയുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ പരിമിതരായിട്ടുള്ള മനുഷ്യരാണ്. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നമുക്കത് സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതേസമയം നമ്മളത് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സഹനം എന്ന് പറയുന്നത് അത് ശിക്ഷണമാണ്. സഹനം എന്ന് പറയുന്നത് അത് ശിക്ഷണമാണ്. അതായത് ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന ശിക്ഷണമാണ് സഹനം എന്ന് പറയുന്നത്. ശിക്ഷയല്ല, മറിച്ച് ശിക്ഷണമാണ്.
അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം അതിന് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം അതിന് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ വചനം ഒന്നിച്ച് വായിക്കാവോ? ഉച്ചസ്വരത്തിൽ വായിക്കാവോ? വായിക്കാം. താൻ സ്നേഹിക്കുന്നവന്, ഉറക്കെ വായിക്കാം. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. ശിക്ഷയല്ല, ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാര സന്താനങ്ങളാണ്. അപ്പോൾ മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ശിക്ഷണം നൽകിയിരിക്കും. മക്കളാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണം നൽകി. അത് ശിക്ഷയല്ല, ശിക്ഷണമാണ്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകും. കർത്താവ് ശിക്ഷണം. അതുകൊണ്ട് സഹനം എന്ന് പറയുന്നത് അത് ശിക്ഷയല്ല, മറിച്ച് അതൊരു ശിക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ശിക്ഷണം എന്ന് പറയുന്നത് അത് ഒരാൾ നന്നായി വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നൽകുന്നതാണ്. ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ മക്കളെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് അവര് നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഇതുപോലെയാണ് കർത്താവ് നമുക്ക് ശിക്ഷണം നൽകുന്നത്. സഹനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശിക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശിക്ഷണം എന്ന് പറയുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായി വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴുകൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് നമ്മൾ കാണണം. ഈ കഴുകൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് ചെയ്യുന്നൊരു കാര്യം, അതിൻ്റെ കൂട്ടിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് താഴേക്കിടും. നല്ല ഉയരത്തിൽ നിന്ന് കഴുകൻ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് എടുത്ത് താഴേക്കിടും. ഹല്ലേലൂയ. അതൊരു വേദനയുള്ള കാര്യമാണ്. പക്ഷേ ഈ കഴുകൻ കുറേ കഴിയുമ്പോൾ കഴുകൻ എന്ത് ചെയ്യും? ഈ കുഞ്ഞ് അപകടത്തിൽ പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കഴുകൻ ചെന്നിട്ട് അതിൻ്റെ അടിയിൽ പോയി ചിറക് വിരിച്ച് അതിൻ്റെ ചിറകുകളിൽ അതിനെ സംവഹിക്കും. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഈ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചിലപ്പോഴൊക്കെ ചെയ്യുക. ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷേ കർത്താവ് നമ്മളെ കൈവിടില്ല. നമ്മൾ തകർക്കപ്പെടാൻ പോവുകയാണെന്ന് കാണുമ്പോൾ കർത്താവ് നമ്മളെ പതുക്കെ അവിടെ നിന്ന് നമ്മളെ സംരക്ഷിക്കും. ഹല്ലേലൂയ. നമ്മളെ ശിക്ഷണമായിട്ട് കർത്താവ് നൽകുന്നതാണ് ചില സഹനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമ്മൾ കാണണം. ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നത് അത് നമുക്ക് നൽകുന്ന ഒരു പരിശീലനമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കർത്താവ് മരുഭൂമിയിലൂടെ നീണ്ട വർഷക്കാലം നടത്തിക്കൊണ്ടുപോയി. അത് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് നൽകിയ ഒരു പരിശീലനമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില സഹനങ്ങൾ അനുവദിക്കും. അത് നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് അപ്പം മനസ്സിലാവില്ല. ആ സമയത്ത് നമുക്കത് വളരെ വേദനാജനകമാണ്, വളരെ വളരെ ബുദ്ധിമുട്ടുളവാക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകാം, ചിലപ്പോൾ നമ്മൾ നിരാശയിലേക്ക് ആണെന്ന് പോകാം. എന്നാലും കർത്താവ് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ആ സഹനം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദാഹരണം പറയാം. അതായത് ഞാൻ സെമിനാരിയിൽ ചേർന്നു. ആദ്യത്തെ 1-2 വർഷങ്ങളൊക്കെ കടന്നുപോയി. ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാലഘട്ടമുണ്ട്, റീജൻസി കാലഘട്ടം. ഹല്ലേലൂയ. റീജൻസി എന്ന് പറഞ്ഞാൽ പ്രായോഗിക പരിശീലനം. അതുവരെ നമ്മളിങ്ങനെ തിയററ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും, ഫിലോസഫി പഠിക്കും, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം 1 വർഷം നമുക്കൊരു റീജൻസി ഉണ്ട്. റീജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പൊക്കെ കിട്ടുന്നതിന് മുമ്പ് 1 വർഷം നമ്മൾ രൂപതയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ 1 വർഷം മുഴുവൻ ഒരു വൈദികൻ്റെ കീഴിൽ നമ്മൾ പരിശീലനം നേടണം. അതായത് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ നമ്മളങ്ങനെ പ്രായോഗിക പരിശീലനമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രായോഗിക പരിശീലനം എന്നെ സംബന്ധിച്ചോളം വളരെ ടഫായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അതായത് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒത്തിരിയേറെ ജോലികൾ ചെയ്യുന്നു, ഓഫീസ് വർക്കുകൾ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ ശുശ്രൂഷ ചെയ്തത്
ഇവിടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പാലക്കാട് രൂപതയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അവിടെ പാസ്റ്ററൽ സെൻ്റർ ഉണ്ട്, അതുപോലെ തന്നെ അൽത്താര സംഘം, തിരുബാല സഖ്യം ഉണ്ട്, അതുപോലെ തന്നെ ബൈബിൾ അപ്പസ്തോലേറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർസ് ഒരു സിവിൽ സർവീസ് IAS സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിലീജിയസ് ബുക്ക് സ്റ്റോൾ ഉണ്ട്, അപ്പോൾ അതുപോലെ തന്നെ ഹിംസ് അക്കാഡമി, ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്നതാണ് ഈ എൻ്റെ റീജൻസി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഈ അച്ഛൻ ഡയറക്ടറാണ്, അച്ഛൻ്റെ കീഴിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അച്ഛൻ നമ്മളെ വഴക്ക് പറയും, ഭയങ്കര കഠിനമായിട്ട് വഴക്ക് പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ ഒത്തിരിയേറെ നമ്മൾ പ്രസ് വർക്കുകൾ ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, ഓഫീസ് വർക്കുകൾ ചെയ്യണം, കമ്പ്യൂട്ടർ വർക്കുകൾ ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനാവുന്നത്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനാവുന്നത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചില ദിവസമൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അന്ന് എൻ്റെ റീജൻസി ബോസായിരുന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവുകയാണ്, ഞാൻ മതിയാക്കുവാണ്, എനിക്ക് അച്ഛനാവണ്ട, ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. പലപ്പോഴായിട്ട്, പല സമയത്തായിട്ട്, ഒരു വർഷം അങ്ങനെ പലപ്പോഴായിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കിത് പറ്റത്തില്ല. അച്ഛൻ ചിലപ്പോൾ വഴക്ക് പറയും. ചില സമയത്ത് നമ്മളിത് ചില തെറ്റൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലർക്ക് തെറ്റിയൊക്കെ പോകുമ്പോൾ അച്ഛൻ വഴക്ക് പറയും, ഭയങ്കരമായിട്ട് വഴക്ക്. അച്ഛന് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ ദേഷ്യപ്പെടും. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമാവും, നമ്മൾ കരയും. അവസാനം അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം, അച്ഛാ, എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ 3 പ്രാവശ്യം അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടില്ല. പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ പോയേനെ, പക്ഷേ അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടില്ല. അപ്പോൾ അത്രമാത്രം വലിയ കഷ്ടതകളിലൂടെ ആ 1 വർഷം കടന്നുപോയി. പിന്നീട് ഞാൻ ചിന്തിച്ചു നോക്കി, ഇന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു പരിശീലനം, ആ ഒരു സഹനം ഒരുപക്ഷെ വലിയൊരു സഹനമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒരുപക്ഷെ ആ പൗരോഹിത്യം പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സഹനമായിട്ടാണ് അതെൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്നത്. ഹല്ലേലൂയ. പക്ഷേ ആ സഹനം ഇന്നെനിക്ക് അത് അനുഗ്രഹമായിട്ട് മാറി. കാരണം അന്ന് വരെ എനിക്ക് പല കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു, പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഉദാഹരണം പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ഫോൺ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു. ഒരു ഫോണിൽ, സാധാ ഒരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്, അതിനകത്തൊരു മെസ്സേജ് പോലും അയക്കാൻ പറ്റാൻ അറിയാത്തൊരവസ്ഥയായിരുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കാറ് ഇങ്ങനെ പലതരത്തിൽ അറിയാത്തൊരു. പക്ഷേ ഇന്ന് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് പറയാനോ ഒന്നും പറ്റാത്ത, പക്ഷേ ഇന്ന് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കർത്താവ് നമുക്ക് നൽകിയ ഒരു പരിശീലനമാണ്. ഹല്ലേലൂയ. ആ പരിശീലനം നൽകപ്പെടുമ്പോൾ ആ അത് നമുക്ക് സഹനമാണ്, അത് നമുക്ക് വേദനയാണ്. ഹല്ലേലൂയ. അന്ന് നമുക്കതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. അന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ എന്തിനാണ് ഇതെല്ലാം ഈ കഷ്ടതകളൊക്കെ സഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ചില പരിശീലനങ്ങൾ കർത്താവ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തരും. അത് വലിയ വലിയ പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അന്ന് എൻ്റെ ഡയറക്ടേഴ്സ് എന്നോട് പറയായിരുന്നു, എടാ, തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല, തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല. അപ്പം അങ്ങനെ തീയിൽ കുരുക്കുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില വെയിലേൽക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വാടിപ്പോകില്ല. ഇതുപോലെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ, ചില സഹനങ്ങൾ നമുക്ക് അനുവദിക്കുന്നത്. ആ നിമിഷം നമുക്കത് വേദനാജനകമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുന്ന സന്ദർഭമാണത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അത് നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് പോലും ചിലപ്പോൾ കാരണമായെന്ന് വരാം. അത് സംഭവിക്കാതിരിക്കാൻ കർത്താവ് നമ്മളെ മുൻകൂട്ടി ഒരുക്കുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരുപക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കാണുന്ന കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ അനുവദിച്ചുകൊണ്ട് ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചില സഹനങ്ങൾ അങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്ദർഭങ്ങളാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്.
കർത്താവിൻ്റെ സന്നിധിയിൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. അവിടെ നമ്മൾ പരിഭ്രമിക്കരുത്, മറിച്ച് കർത്താവിൽ അഭയം തേടി നമ്മൾ മുന്നോട്ട് പോകണം. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കർത്താവിൽ ശരണം വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്. കാരണം ഒരുപക്ഷെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, ആ വിദ്യാർത്ഥിക്ക് പരീക്ഷകൾ ഉണ്ടാകും. ഹല്ലേലൂയ. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ആ വിദ്യാർത്ഥിക്ക് പരീക്ഷകൾ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അധ്യാപകർ പരീക്ഷയിടും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരീക്ഷയിടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ എൻ്റെ കുട്ടി അങ്ങനെ വലിയ ആ ഒരു സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകില്ല. പക്ഷേ മാതാപിതാക്കൾ അത് അനുവദിക്കും. ഹല്ലേലൂയ, അത് അനുവദിക്കും. കാരണം ആ പരീക്ഷ ജയിച്ചെങ്കിൽ മാത്രമേ, ആ പരീക്ഷയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് പ്രൊമോഷൻ ഉള്ളൂ. ഹല്ലേലൂയ. ആ കുട്ടി ആ പ്രൊമോഷൻ സ്വീകരിക്കണമെങ്കിൽ ആ കുട്ടി ആ പരീക്ഷയിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് മാതാപിതാക്കൾ അത് അനുവദിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കുന്നത്. നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, മഹത്വത്തിൽ നമ്മൾ ഉയർത്താൻ വേണ്ടിയാണ് കർത്താവ് ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിക്കുന്നത്. അതാണ് 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം വചനം പറയാണ്: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ നാളെ നമ്മുടെ മഹത്വമായിട്ട് മാറും. അത് ഒരുപക്ഷെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോഴായിരിക്കും അത് നമ്മുടെ മഹത്വമായിട്ട് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് സഹനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. 1 പത്രോസ് 4 അധ്യായം അതിൻ്റെ 12-13 തിരുവചനങ്ങൾ. 1 പത്രോസ് 4 അധ്യായം അതിൻ്റെ 12-13 തിരുവചനങ്ങൾ. അവിടെ വചനം പറയാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്. നമ്മൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നമ്മൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിലാണ് നമ്മൾ പങ്കുകാരാകുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമ്മൾ പങ്കുകാരാകുന്നത് കൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാം. കാരണം അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിർത്തപ്പെടുമ്പോൾ, അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടാകുന്ന വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് സഹനം വരുമ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്ത് നമ്മൾ നിരാശയിലാഴ്ന്ന് നമ്മുടെ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കരുത് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ സഹനം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സഹനം നാളെ നമ്മുടെ മഹത്വമായിട്ട് മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം. യെശയ്യാപ്രവചനം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി, 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. സഹനങ്ങളെ കൃപയായി സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സഹനങ്ങൾ കൃപയാക്കി മാറ്റാൻ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ, അഭിഷേകം തരണമേ. കർത്താവ്, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധിക്കില്ല. കർത്താവ്, അങ്ങയുടെ കരങ്ങളിൽ എല്ലാം സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഇരിക്കാം. ജീസസ്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം അതിൻ്റെ 10ഉം 11ഉം തിരുവചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം അതിൻ്റെ 10ഉം 11ഉം തിരുവചനങ്ങൾ. വചനം പറയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എത്താൻ വേണ്ടി കർത്താവ് നമ്മളെ കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. കഷ്ടതയുടെ ചൂളയിൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. അത് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് വേണ്ടി അവിടെ നമ്മളെ കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധീകരിക്കുന്ന വചനം പറയാണ്. ജോബിന്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 10ാമത്തെ തിരുവചനം. ജോബിന്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 10ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, അവിടെ തന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. നിത്യ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ജോബ് പറയുന്നത്. അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 5ാമത്തെ തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 5ാമത്തെ തിരുവചനം വചനം പറയാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കും. 2:4-5 ഇടാവോ? പ്രഭാഷകൻ 2:4-5. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്, എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്, എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ അവർ ഒരുപക്ഷെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് അത് നമ്മളെ ശുദ്ധീകരിച്ച് വലിയ മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹനം വരുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓടി ഒളിക്കരുത്, കർത്താവിനെ ഉപേക്ഷിച്ച് പോകരുത്. മറിച്ച് നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, സഹനം വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സഹനം വഴിയായിട്ട് നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. സഹനം വഴി നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ സാധിക്കും. അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം അതിന് 35-36 തിരുവചനങ്ങളാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം അതിന് 35-36 തിരുലേഖനങ്ങൾ. അവിടെ വചനം പറയാണ്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതുകൊണ്ട് സഹനം വരുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് സഹനശക്തി. സഹനം വഴി വാഗ്ദാനം, നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ നമുക്ക് പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് എന്ത്? സഹനം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹനം വഴി നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ സാധിക്കും. അപ്പസ്തോലന്മാര് കർത്താവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച വലിയ സഹനങ്ങളുടെ നിമിഷങ്ങളിലാണ്. കർത്താവ് അവരിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ ഭയത്തിലും ഉത്കണ്ഠയിലും ആകുലതയിലും കഴിയുന്ന സമയം അവർ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവർക്ക് ദൈവത്തിന് ഏറ്റവും വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനം വഴി നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും.
ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഹല്ലേലൂയ. നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. അതായത് ക്രിസ്തു ശിഷ്യന്മാര്, അപ്പസ്തോലന്മാര്, അതുപോലെ തന്നെ വിശുദ്ധര്, അവര് നിരുത്സാഹരാകാതെ വിശ്വാസം വഴി ദീർഘക്ഷമം വഴി അവർ വാഗ്ദാനത്തിൻ്റെ അവകാശികളായിട്ട് മാറി. ഇതുപോലെ നമ്മളും അവരെ അനുകരിക്കുന്നവരായിട്ട് മാറണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനം വഴി നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ ഈ രക്തസാക്ഷികൾ നമുക്കറിയാം, അവരൊക്കെ വലിയ സഹനത്തിലൂടെ കടന്നുപോയി. പക്ഷെ ആ സഹനം വഴി കർത്താവിൽ നിന്നുള്ള വാഗ്ദാനം അവർ പ്രാപിച്ചെടുത്തു. നിത്യരക്ഷയുടെ വാഗ്ദാനം അവർ പ്രാപിച്ചെടുത്തു. അതുകൊണ്ട് അവരെ അനുകരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അടുത്തതായിട്ട് പ്രിയപ്പെട്ടവരെ, സഹനം നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. നമ്മൾ മനസ്സിലാക്കണം, സഹനം വഴി അത് നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വചനം പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരുടെ ജീവിതത്തിൽ ചില വെട്ടിയൊരുക്കലുകൾ നടക്കും. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണെങ്കിൽ കൂടുതൽ കായ്ക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില വെട്ടിയൊരുക്കലുകൾ നടത്തും. അതുവഴി നമ്മിൽ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും. ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷമാണെങ്കിൽ അത് വെട്ടി തീയിലെറിയും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കർത്താവ് അനുവദിക്കും. അത് നമ്മളുടെ ജീവിതത്തിലുള്ളൊരു വെട്ടിയൊരുക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹനം വഴി കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജോബ് വലിയ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില വെട്ടിയൊരുക്കലുകൾ നടത്തി. ഹല്ലേലൂയ. അവനെ ചില സഹനങ്ങളിലൂടെ കടത്തിവിട്ടു. അങ്ങനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാക്കി ജോബിനെ കർത്താവ് മാറ്റി. അടുത്തതായിട്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹനം മൂലം പ്രമാണങ്ങൾ അനുസരിക്കാൻ, പ്രമാണങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കും. സഹനം വഴി പ്രമാണങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് സങ്കീർത്തനങ്ങൾ പറയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം അതിൻ്റെ 71-ാമത്തെ തിരുവചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം അതിൻ്റെ 71-ാം തിരുവചനം വചനം പറയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ സങ്കീർത്തകൻ പറയുകയാണ്. 119-ാം സങ്കീർത്തനത്തിന് അതിൻ്റെ 67-ഉം 68-ഉം തിരുവചനങ്ങൾ. സങ്കീർത്തനം 119 അതിൻ്റെ 67-ഉം 68-ഉം തിരുവചനങ്ങൾ. അവിടെ വചനം പറയാണ്, കഷ്ടതയിൽ പെടുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തകൻ പറയാണ്, കഷ്ടതയിൽ പെടുന്നതിന് മുൻപ്, എനിക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അപ്പോൾ സഹനങ്ങൾ നമ്മളെ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ഒരുക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. യോനാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകൻ കർത്താവിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കിയത് കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴാണ്. യോനാ പ്രവാചകനെ അവർ വെള്ളത്തിൽ ഇവിടെ കടലിലേക്ക് എടുത്തിട്ടു. അങ്ങനെ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് യോനാ പ്രവാചകൻ കർത്താവിൻ്റെ വചനം അനുസരിക്കാനായിട്ട് തയ്യാറാകുന്നത്. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ നമ്മൾ കാണുന്നത് ഇതാണ്,
മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിനു മുൻപ് കർത്താവിനെ നിന്ന് ഓടിയകുന്ന വ്യക്തിയാണ് യോന പ്രവാചകൻ. കർത്താവ് നിനവേലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ താർശീഷിലേക്കുള്ള കപ്പൽ കയറി കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്നുറങ്ങാണ്. വലിയ തിരമാലയുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി. എല്ലാവരും എടുത്ത് യോനയെ എടുത്ത് കടലിലേക്ക് ഇട്ടു. അങ്ങനെ തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ യോന കർത്താവിനോട് പ്രാർത്ഥിച്ചു. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. ഹല്ലേലൂയ. അതായത് കഷ്ടതയുടെ നിമിഷത്തിലാണ് യോനാ പ്രവാചകൻ കർത്താവിനെ കുറിച്ച് ഓർക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. അതുവരെ കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞ വ്യക്തിയാണെന്നാൽ കഷ്ടതകൾ വന്നപ്പോൾ യോനാ പ്രവാചകൻ കർത്താവിനെ കുറിച്ച് ഓർത്തു, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ഓർത്തു. കർത്താവിനെ അനുസരിക്കാൻ യോന തയ്യാറായി. അതാണ് അപ്പോൾ സഹനം മൂലം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കും എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, സഹനം നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത്. അതാണ് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ജോബ് പറയുന്നത്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, എന്നാൽ എൻ്റെ കണ്ണുകൾ ഇപ്പോൾ. വലിയ സഹനത്തിന് ശേഷമാണ് ജോബ് പറയുന്നത്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ചിലപ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, യെശയ്യാ 30:20, അവിടെ വചനം പറയാണ്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അപ്പോൾ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി കർത്താവ് ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിന് വന്നു. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം വീൽ ചെയറിലാണ്. അതായത് ഒരാളുടെ പരസഹായം കൂടാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എനിക്ക് നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കർത്താവിനെ അന്വേഷിച്ചില്ല. ഞാൻ അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ല, അന്ന് ഞാൻ കൂദാശകൾ സ്വീകരിച്ചില്ല, അന്ന് ഞാൻ താന്തോന്നിയായിട്ട് നടന്നു, അന്ന് ഞാൻ വഷള സ്വഭാവത്തോടു കൂടി ഞാൻ നടന്നു, അന്ന് ദൈവത്തെ ഞാൻ മാനിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛാ, ഇന്ന് എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് ഒരാളുടെ സഹായം കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ആരുടെയെങ്കിലും പരസഹായം കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കർത്താവിനോടടുത്ത് അങ്ങനെ ധ്യാനത്തിന് വന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ മാനിക്കാതെ കർത്താവിൽ നിന്ന് അകന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ചില സഹനങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാം. അത് കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ നമ്മളെ സഹായിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ.
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്. സഹനത്തിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാകണമെന്നില്ല, പക്ഷേ പിന്നീടായിരിക്കാം ഒരുപക്ഷെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല, നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. മറിച്ച് അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ്. അതായത് നമ്മൾ സഹനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, സഹനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. സഹനം അത് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. സഹനം എപ്പോഴും സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ എങ്ങനെ എഴുതിയത്? ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ എങ്ങനെ എഴുതുന്നത്? സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സംഭവിച്ചതല്ല. അതായത് പൗലോസ്ലീഹ വലിയ സഹനത്തിലൂടെ കടന്നുപോയി, വലിയ ഞെരുക്കങ്ങളിൽ അപമാനങ്ങളിലെല്ലാം കടന്നുപോയതിനെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതിനുശേഷം പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പൗലോസ്ലീഹ എഴുതുന്നത് അദ്ദേഹം തടവറയിൽ കടക്കുമ്പോഴാണ്, ജയിലിൽ കടക്കുമ്പോഴാണ് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹം. അതാണ് 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. 2 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. 2 തിമോത്തി 2:9. അവിടെ വചനം പറയുന്നത്, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്, എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വിൽക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. പൗലോസ്ലീഹ ഈ തടവറയിൽ കടക്കുന്ന സമയത്താണ് പൗലോസ്ലീഹ പറയുന്നത്, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്നതാണ് സഹനം. ഹല്ലേലൂയ. നമ്മൾ ഈ രക്തസാക്ഷികളെ കാണുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവരുടെ രക്തസാക്ഷിത്വം, അവരുടെ സഹനം, അവർ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. നമുക്കറിയാം, വന്യമൃഗങ്ങൾക്ക് ജീവനോടെ ഇട്ടുകൊടുത്തു, അവർ ജീവനോടെ തൊലി ഉരിഞ്ഞു. അതുപോലെ തന്നെ തീപ്പന്തങ്ങളായിട്ട് കത്തിച്ച് നിർത്തി തെരുവുകളിൽ, അതുപോലെ തന്നെ തിളച്ച എണ്ണയിലിട്ട് അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടു. ഇങ്ങനെ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ആ സഹനങ്ങൾ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായിട്ട് മാറി. വരും തലമുറകളിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം പ്രവഹിച്ചു. ഹല്ലേലൂയ. അനേകർ അവരുടെ ജീവിത സാക്ഷ്യം വഴി ക്രിസ്തുവിനെ അറിയാനും സുവിശേഷം സ്വീകരിക്കാനും ഇടയായി. ഹല്ലേലൂയ. ഇതാണ് സഹനം വഴി അത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. രക്തസാക്ഷികൾ, ക്രിസ്തു ശിഷ്യന്മാർ, അവർ സഹനങ്ങളിലൂടെ കടന്നു പോയത് വഴിയാണ് ആ സുവിശേഷം ലോകമെങ്ങും പ്രചരിച്ചത്. അനേകർ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനിടയായത്, അനേകർ ആ സുവിശേഷം ജീവിക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ അത് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക്, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകും. പിതാവിൻ്റെ ഇഷ്ടമാണ് സഹനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സഹനം എന്ന് പറയുന്നത് അത് പിതാവിൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഈശോ അങ്ങനെയാണ് സഹനം സ്വീകരിച്ചത്. ഈശോ പറഞ്ഞു, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ലാതെ പീലാത്തോസ് അല്ലെങ്കിൽ യൂദാസ് വഴിയായിട്ട് വന്ന സഹനമായിട്ടല്ല ഈശോ അത് സ്വീകരിച്ചത്. ഹല്ലേലൂയ. കുരിശുമരണം ഒരുപക്ഷെ പീലാത്തോസ് വിധിച്ചത് വഴി അല്ലെങ്കിൽ യൂദാസ് ഒറ്റിക്കൊടുത്തത് വഴി വന്ന സഹനമായിട്ടല്ല ഈശോ സ്വീകരിച്ചത്. മറിച്ച് പിതാവിൻ്റെ ഇഷ്ടമായിട്ടാണ് ഈശോ സഹനത്തെ സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മൾ സഹനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടമായിട്ട്, പിതാവിൻ്റെ ഇഷ്ടമായിട്ട് വേണം, ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് വേണം നമ്മളതിനെ സ്വീകരിക്കാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, കുരിശുകൾ ഉണ്ടാകുമ്പോൾ, അത് മറ്റുള്ളവർ വഴിയായിട്ടാണ് എനിക്കിത് വന്നത് എന്ന് നമ്മൾ പറയരുത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്നത് കൊണ്ടായിരിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അമ്മായിയമ്മയായിരിക്കാം, അല്ലെങ്കിൽ മരുമക്കളായിരിക്കാം. അവരിൽ നിന്നുണ്ടാകുന്ന സഹനമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവർ, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ
സംഭവിക്കില്ല. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുന്നത്, ഒരു തലമുടി ഇട പോലും അവിടുന്ന് അറിയാതെ നിലത്ത് വീഴുകയില്ല എന്ന് പറയും. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കും. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൂർവ്വ യോസേപ്പ് പറയുന്നുണ്ട്, അതായത് ഈ യോസേപ്പിനെ എല്ലാ സഹോദരന്മാരെല്ലാവരും കൂടി അടിച്ച് പൊട്ടക്കിണറ്റിലിട്ട് അവസാനം അവനെ വിറ്റ് ഈജിപ്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവസാനം കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരന്മാർ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ തടവറയിലായിരിക്കുമ്പോൾ ഈ യോസേപ്പ് എങ്ങനെയാണ് താൻ അവിടെ വന്നതെന്ന് കൂടെ ഇരിക്കുന്ന സഹതടവുകാരനോട് പറയുമ്പോഴും ജോസഫ് പറയുന്നില്ല, എൻ്റെ സഹോദരന്മാർ എന്നെ ചതിച്ചത് കൊണ്ടാണ്, എൻ്റെ സഹോദരന്മാരെന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ സഹോദരന്മാരോട് പിന്നീട് അവർ തങ്ങളുടെ മുന്നിൽ വന്ന് ക്ഷമയാചിക്കുമ്പോൾ ഈ സഹോദരങ്ങളോട് ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടെ തന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കി. അതുകൊണ്ട് പറയാണ്, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. എനിക്കൊരു പക്ഷേ കഷ്ടതകളും വേദനകളൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങൾ കാരണം വന്നിരിക്കാം, പക്ഷേ നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. അപ്പോൾ സഹനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ കാണണം. ഹല്ലേലൂയ. ഓർക്കുന്നുണ്ട്, ഈ സാബു അറുതൊട്ടി അദ്ദേഹം ഒത്തിരിയേറെ ഒരു വചനപ്രഘോഷകൻ, അതുപോലെ തന്നെ ഒത്തിരിയേറെ രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുന്ന വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് അംഗവൈകല്യം ഉള്ളതാണ്. അദ്ദേഹം ഒരിക്കലും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല. ഹല്ലേലൂയ. അദ്ദേഹം ഒത്തിരിയേറെ പേര് സുഖപ്പെടുത്താനായിട്ട് രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടത്തണം. അദ്ദേഹം ആ കുഞ്ഞിന് വേണ്ടി ഒരിക്കലും ശുശ്രൂഷ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, എനിക്ക് ഈ കുഞ്ഞിനെ ദൈവം തന്നത്, അതായത് ഈ കുഞ്ഞിന് ഒരു പക്ഷേ വേറൊരാൾക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പക്ഷേ അത് അവർ സ്വീകരിക്കണമെന്നില്ല, പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞിനെ എനിക്ക് തന്നാൽ ഞാൻ അതിനെ സ്വീകരിക്കുമെന്ന്, സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നതെന്ന് അദ്ദേഹം പറയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഹനങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കണം. പിതാവിൻ്റെ ഇഷ്ടമായി, ദൈവത്തിൻ്റെ ഇഷ്ടമായി സഹനത്തെ നമ്മൾ സ്വീകരിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായിട്ടും മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് സഹനത്തെ നോക്കിക്കാണുന്ന, സഹനത്തെ സ്വീകരിക്കുന്ന മനോഭാവത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഓരോ പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനത്തെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവ കരങ്ങളിൽ നിന്ന് നമ്മൾ സഹനത്തെ സ്വീകരിച്ചാൽ ദൈവം അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും. അതാണ് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സഹനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ട് അവിടുന്ന് മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. യെശയ്യാ 38:17 വചനം പറയാണ്, എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, അങ്ങ് സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറയാണ്. എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സഹനങ്ങൾ ദൈവം നമുക്ക് നന്മയായിട്ട് മാറ്റും എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്, സന്തോഷത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ സഹനങ്ങളെ നമുക്ക് നന്മയായിട്ട് മാറ്റും. അതുകൊണ്ടാണ് പൂർവ്വ യോസേഫ് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. സഹോദരന്മാരോട് പറയണം. സഹോദരന്മാർ അവസാനം പൂർവ്വ യോസേപ്പിന് മുമ്പിൽ വന്ന് ക്ഷമ ചോദിക്കാൻ നിൽക്കുമ്പോൾ ഈ യോസേപ്പ് സഹോദരങ്ങളോട് പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അതെനിക്ക് നന്മയായിട്ട് മാറ്റി. ദൈവം അത് നന്മയായിട്ട് മാറ്റി. അവനെ ഈജിപ്തിൻ്റെ അധിപനായിട്ട് കർത്താവ് ഉയർത്തി. ക്ഷാമത്തിൻ്റെ കാലത്ത് ആ യാക്കോബിനും അതുപോലെ തന്നെ ഈ സഹോദരന്മാർക്കും
ഭക്ഷണം ക്രമീകരിക്കാൻ തക്ക വിധം കർത്താവ് അത് നന്മയായിട്ട് മാറ്റി. ഇസ്രായേൽ ജനത്തിന് മുഴുവൻ അത് നന്മയായിട്ട് മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സഹനം, വരുന്നൊരു സഹനം നമ്മുടെ നന്മയാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അതിപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിലും പിന്നീട് പ്രിയപ്പെട്ടവരെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സഹനം വരുമ്പോൾ നമ്മളത് നിരാശപ്പെട്ട് അത് സ്വീകരിക്കരുത്. അത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് കർത്താവിനെ ഉപേക്ഷിച്ച് നമ്മൾ പോകരുത്. മറിച്ച് സന്തോഷത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മളത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് സഹനം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് സഹനം ഉപേക്ഷിച്ച് കളയരുത്. സഹനം നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ സന്തോഷത്തോടെ നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കണം. അതാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകരുത്. മറിച്ച് ആ ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കുന്നത് വരെ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. മത്തായി 24:13 അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് സഹനം വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് നമ്മൾ സഹനത്തിലൂടെ ലഭിക്കുന്ന മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ജീവന്റെ കിരീടം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് വചനം പറയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സഹനമാണെങ്കിലും ആ സഹനങ്ങൾ സഹിക്കാനുള്ള ശക്തി കൂടി കർത്താവ് നമുക്ക് നൽകും. അതാണ് 1 കൊരിന്തോസ് 10:13 വചനം. 1 കൊരിന്തോസ് 10:13 വചനം പറയുന്നത്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. സഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് സഹിക്കാനാവാത്ത അല്ലെങ്കിൽ അതിൽ കൂടുതൽ സഹനം കർത്താവ് നമുക്ക് തരില്ല. കർത്താവ് സഹിക്കാനുള്ള ശക്തി നമുക്ക് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വചനം പറയാണ്, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. സഹനം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ക്ഷണികമായ സഹനത്തിന് ശേഷം നമുക്ക് വലിയ മഹത്വം ഉണ്ടാകും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചന വചനം പറയാണ്, ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അവസാനം നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവം. അപ്പോൾ നമ്മൾ സഹനങ്ങൾ നമ്മൾ ഈശോയുടെ കൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയോട് കൂടെയാണ് നമ്മൾ സഹനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവനോട് കൂടെ നമ്മൾ മഹത്വപ്പെടുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനം വരുമ്പോൾ നിരാശപ്പെടരുത്, നമ്മൾ ആകുലപ്പെടരുത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. കർത്താവിൽ നിന്ന് സഹനത്തെ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ രോഗം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ എനിക്ക് വന്നതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. നമുക്ക് കർത്താവിൽ നിന്നൊരു ഉത്തരം ലഭിക്കാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം, ചിലപ്പോൾ നിരാശപ്പെട്ടു പോയേക്കാം. ദൈവം ഉണ്ടോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു പോയേക്കാം. എൻ്റെ ഈ സഹനത്തിന് കാരണം ദൈവമാണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവിടുത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സഹനമായാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏറ്റവും വലിയ സഹനങ്ങളുടെ നിമിഷങ്ങളിലാണ് കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. 2 കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കാം.
ഈശോ കുരിശിൽ കടന്ന് പിതാവെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്ന നിമിഷമാണ് ആ പിതാവിൻ്റെ സാന്നിധ്യം അവിടത്തോട് ഏറ്റവും അടുത്ത് കൂടെ ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നു പോയ വ്യക്തിയാണ് ഈശോ. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സഹനങ്ങളിലെ നിമിഷങ്ങളിലാണ് ഈശോ നമ്മുടെ കൂടെയുള്ളത്. സഹനങ്ങളുടെ നിമിഷങ്ങളിലാണ് ഈശോ ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് വിശുദ്ധര് എപ്പോഴും സഹനങ്ങൾ ചോദിച്ചു വാങ്ങുമായിരുന്നു. അവർക്കറിയാമായിരുന്നു ഈ സഹനം അവരുടെ മഹത്വമായിട്ട് മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇന്നത്തെ കഷ്ടതകൾ നാളെ നമ്മുടെ മഹത്വമായിട്ട് മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ കൂടെ കൂടെ സഹനങ്ങൾ ചോദിച്ചു വാങ്ങുമായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, നമുക്കൊരു എത്രയോ വലിയ സഹനങ്ങളിലൂടെയാണ്, മരണം വരെ സഹനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് അവരുടെ ആത്മാവിൻ്റെ മഹത്വീകരണത്തിന് കാരണമായിട്ട് മാറി. ഈ നിമിഷം 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ സഹനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളത് സ്വീകരിക്കുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുകയാണ്. ഈ സഹനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതല്ല, അതിനപ്പുറം മഹത്വീകരണത്തിൻ്റെ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചസ്വരത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളത് സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളും കർത്താവേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും കർത്താവേ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ വിട്ടുവയ്ക്കാൻ അങ്ങ് ശക്തിയുള്ളവനാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് ശക്തിയുള്ളവനാണ്. കർത്താവേ, ഞങ്ങളെ വലിയ മഹത്വത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് കഴിവുള്ളവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന, 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 ആരാധന. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ലിത്ത് ഈ പാട്ടേറ്റ് പാടുമ്പോൾ ആരും കൂടെ പാടുന്നില്ല. ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ അവിടത്തോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ അങ്ങ് അനുവദിച്ചു. കർത്താവേ, ഞങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ സഹനം നാളെ ഞങ്ങളുടെ മഹത്വമായി മാറുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേദനയാണെങ്കിലും വലിയ കർത്താവെ കഷ്ടതയാണെങ്കിലും കർത്താവ് ഇതിൽ നിന്നെല്ലാം വലിയ മഹത്വത്തിലേക്ക് ഞങ്ങൾ അങ്ങ് നയിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹനത്തിൻ വേളകളിൽ നിശബ്ദനായി കരഞ്ഞു. ആ നേരം ഈശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴി
സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരം ഈശോനാഥൻ സാന്ത്വന വചനങ്ങൾ ഒഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിന്നാനന്ദമാകും. നാളെ നിന്നാനന്ദമാകും. ഉൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. ഉള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മൊത്തം വേദനയായി മാറിയപ്പോ. സ്നേഹത്തോടേകിയ മൊത്തം വേദനയായി മാറിയപ്പോ. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ.